എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആയ ചതുർഭുജങ്ങൾ, അതായത് പോളിഗൺസ് എന്ന പാഠഭാഗത്തിലെ പേജ് 77-ലെ 5ാമത്തെ ചോദ്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിക്കാം. ചിത്രത്തിൽ ഒരു സമഷഡ്ഭുജത്തിന്റെ ഒന്നിടവിട്ട മൂലകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ഇതൊരു സമഭുജ ത്രികോണമാണോ? എന്തുകൊണ്ട്? ചോദ്യം മനസ്സിലായി കാണുമല്ലോ. നമുക്കിത് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ഈ സമഷഡ്ഭുജത്തിന് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ. ഇപ്പൊ സമഷഡ്ഭുജം എല്ലാ വശങ്ങളും തുല്യം. ഈ വശങ്ങളെല്ലാം തുല്യമാണ് അല്ലെ? അപ്പൊ നമുക്ക് ഓരോ ത്രികോണങ്ങളെടുത്ത് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, എ ബി സി ഉണ്ട്, സി ഡി ഇ ഉണ്ട്, എ ഇ എഫ് ഉണ്ട്, പിന്നെ അകത്ത് വേറൊരു ത്രികോണമുണ്ട്, എ സി ഉണ്ട് അല്ലെ? അപ്പം നമുക്ക് ആദ്യം ത്രികോണം എ ബി സി എടുക്കാം. ആദ്യം നമുക്ക് എല്ലാ കോണുകളുടെയും തുക, അതായത് ഈ ഷഡ്ഭുജത്തിന്റെ ആകെ കോണുകളുടെ തുക എത്രയെന്ന് കണ്ടുപിടിക്കാം. ആകെ കോണുകളുടെ തുക, ആകെ കോണുകളുടെ തുക n-2 × 180 കേട്ടാ. 6 വശമല്ലേ? 6 - 2 × 180, 4 × 180, 720 ഡിഗ്രി. 6 കോണുകളും കൂടി 720. അപ്പൊ ഒരു കോൺ എത്ര? 720നെ 6 കൊണ്ട് ഭാഗിക്കണം. 12, 6, 72, 120 ഡിഗ്രി. അപ്പൊ ഓരോ കോണും 120. ഇവിടെ 120, ഇവിടെ 120, ഇവിടെ ഇവിടെ 120, പിന്നെ ഇതെല്ലാം അകത്തായി പോയി. ഇതും 120, 3 കൂടെ 120, ഇത് 3 കൂടെ 120, 3 കൂടെ 120. അപ്പൊ നമുക്ക് ആദ്യം ത്രികോണം എ ബി സി എടുക്കാം. ത്രികോണം എ ബി സി. എ ബി സിയില് എ ബിയും ബി സിയും ഈക്വലാണ്. എന്തുകൊണ്ടാണ്? സമഷഡ്ഭുജമായതുകൊണ്ട്. എ ബി ബി സി. പിന്നെ കോൺ ബി എത്ര തന്നിട്ടുണ്ട്? എ ബിയും ബി സി ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഏതൊക്കെ കോൺ? ബി എ സിയും കോൺ ബി എ സിയും കോൺ ബി സി എയും എത്രയായിരിക്കും? തുല്യമായിരിക്കും. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ. അപ്പൊ ഇവ ഓരോന്നും എത്ര ഡിഗ്രി ആയിരിക്കും? 3 കൂടെ 180. അതില് കോൺ ബി എത്ര കിട്ടി? 120. അത് എഴുതാം. കോൺ ബി സമം 120 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് കോണുകളും എത്ര വീതം നമുക്ക് കണ്ടുപിടിക്കാം? കോൺ ബി എ സി സമം കോൺ ബി സി എ സമം 180-ൽ നിന്ന് 120 കുറച്ചിട്ട് 2 കൊണ്ട് ഹരിക്കുക. 60/2 സമം 30 ഡിഗ്രി. അപ്പൊ ഈ കോണുകൾ എത്ര വീതം? 30 ഡിഗ്രി വീതം. അപ്പൊ നമുക്ക് എഴുതാം. കോൺ ബി എ സി സമം 30 ഡിഗ്രി. കോൺ എ സി ബി സമം 30 ഡിഗ്രി. കോൺ ബി എന്ന് പറഞ്ഞാൽ കോൺ എ ബി സി 120 ഡിഗ്രി. അപ്പം ത്രികോണ എ ബി സിയിലെ കോണുകൾ കിട്ടി. 30, 30, 120. അത് കണക്ക് മറ്റു ത്രികോണങ്ങളുടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ത്രികോണം സി ഡി എടുക്കാം. ത്രികോണം സി ഡിയിൽ കോൺ ഡി എത്ര വരും? 120 ഡിഗ്രി. അപ്പൊ മറ്റു രണ്ട് കോണുകൾ എത്ര? ഇതുപോലെ തന്നെ കിട്ടും. 30 ഡിഗ്രിന്ന് കിട്ടും. എന്തുകൊണ്ടാ? ഡിയും സിയും
സി ഡിയും ഡിയും തുല്യമായതുകൊണ്ട് സി ഡി ഈസ് ഈക്വൽ ടു ഡി. എന്താണ്? സമപാർശ്വ ത്രികോണം. ഇതൊരിപ്പോൾ സമപാർശ്വ ത്രികോണമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെയും വേണമെങ്കിൽ ആ റീസൺ എഴുതാം. സമപാർശ്വ ത്രികോണം. അപ്പം കോണുകള് തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകള് തുല്യം. കോൺ ഡി സി ഈക്വൽസ് കോൺ ഡി സി. എത്ര? 180 മൈനസ് 120/2 60/2 സമം 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ ഈ ത്രികോണത്തിലെ കോണുകൾ എന്തെല്ലാം കിട്ടി? കോൺ ഡി സി 30 ഡിഗ്രി, കോൺ ഡി സി 30 ഡിഗ്രി, കോൺ ഡി എന്ന് പറയുമ്പോ സി ഡി എത്ര? 120 ഡിഗ്രി. അപ്പം ഇതിൻ്റെ അകത്തുള്ള കോണുകൾ കിട്ടി. അതുപോലെ തന്നെ ഇനി മറ്റേത് നമ്മൾ ചെയ്ത് നോക്കണമെന്നില്ല. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇതും അതേ വിലകൾ തന്നെയാണ് കിട്ടുന്നതെന്ന് എഴുതിയാൽ മതി. അത് തെളിയിച്ച് കാണിക്കേണ്ട കാര്യം ഇല്ല. ഇതുപോലെ നമുക്ക് എന്താണ്? ത്രികോണം എ എഫില് കോൺ എ എഫ് സി 120 ഡിഗ്രി. മറ്റു രണ്ട് കോണുകൾ എത്ര വീതം? 30 വീതം. കോൺ ഇ എ എഫ് 30 ഡിഗ്രി. അടുത്ത കോൺ ഈ കോൺ എത്ര വരും? കോൺ എഫ് ഇ എ 30 ഡിഗ്രി. അപ്പം ഈ ചെറിയ കോണുകളെല്ലാം 30 ഇവിടെ എല്ലാം 30 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വലിയ ത്രികോണം സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കണം. വലിയ ത്രികോണമായ എ സി സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കണം. സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഓരോ കോണും 60 ഡിഗ്രി എന്ന് തെളിയിക്കണം. ഇനി നമുക്ക് അതിലോട്ട് പോകാം. ത്രികോണം എ സിയിൽ മൊത്തത്തില് 120. ഇവിടെ 30, ഇവിടെ 30, 60. പിന്നെ ഈ നടുക്കുള്ളത് എത്രയായിരിക്കും? 60 ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം കോൺ എ സി, ത്രികോണം എ സിയിൽ ഈ കോണിൽ നിന്ന് തുടങ്ങാം അല്ലെ? കോൺ ബി എ സി പ്ലസ് സി എ ഇ, ഈ നടുക്കുള്ളത് CAE പ്ലസ് കോൺ ഇപ്പുറത്തെ കോൺ ഏതാ? EAF എത്ര? 120. ആ മൂന്ന് കോണുകളും കൂടി 120. അപ്പൊ ആ മൂന്ന് കോണുകളും കൂടി 120. അപ്പം ഈ കോൺ എത്രയായിരിക്കും? CAE ഇത് 30 പ്ലസ് കോൺ CAE പ്ലസ് 30 സമം 120. അപ്പോ 30 60. അപ്പൊ കോൺ CAE സമം 120 മൈനസ് 30 കൂട്ടുമ്പോ 60. അപ്പുറത്ത് കൊണ്ടുപോയി കുറയ്ക്കുമ്പോ 60 ഡിഗ്രി എന്ന് കിട്ടും. CAE 60 ഡിഗ്രി എന്ന് കിട്ടും.
ഇതുപോലെ മറ്റ് രണ്ട് കോണുകളും നമുക്ക് എത്ര കിട്ടും? 60-60 കിട്ടും. ഇതുപോലെ മറ്റു രണ്ട് കോണുകളും നമുക്ക് 60-60 കിട്ടും. CAE ഇതിപ്പോ 60 കിട്ടി അല്ലേ? ഇനി മറ്റു രണ്ട് കോണുകൾ ഇതുപോലെ തന്നെ നമുക്ക് 60 കിട്ടും. അതായത് കോൺ, ഈ കോൺ എടുക്കാം. ഈ കോണ് BCA, കോൺ BCA പ്ലസ് BCA പ്ലസ് ACE, കോൺ ACE പ്ലസ് കോൺ, ഈ കോൺ എന്താ പറയാ? ഇത് മൂന്നും കൂടെ 120. ECD എത്ര? 120. BCA എത്ര? 30 പ്ലസ് കോൺ ACE പ്ലസ് ECD അതും 30 സമം 120. അപ്പം 30-30 60. കോൺ ACE സമം 120 മൈനസ് 60 സമം 60. അപ്പൊ നമുക്ക് ഏത് കോൺ കിട്ടി? AC, ഇത് 60 കിട്ടി. അപ്പൊ മറ്റേ കോൺ എന്തായിരിക്കും? ഈ മൂന്നാമത്തെ കോൺ AEC എന്തായിരിക്കും? അതും 60 ആയിരിക്കും. മൂന്ന് കോണും കൂടെ 180. രണ്ടെണ്ണം 60-60 കിട്ടി. അതുകൊണ്ട് മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓൾസോ ആംഗിൾ AEC equal to 60. AEC സമം 60 ഡിഗ്രി. എന്താണ്? ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് രണ്ടെണ്ണം 60 കിട്ടി. അപ്പൊ മൂന്നാമത്തതും 60 ആയിരിക്കും അല്ലെ? ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ്? അതായത് ഒരു ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെ തുക 180 ഡിഗ്രി എന്ന് വെച്ചിട്ട് ആംഗിൾ AECയും 60 കിട്ടും. അപ്പൊ നമുക്ക് മൂന്ന് കോണുകൾ 60 കിട്ടി. ഇതാണ്ടേ 1, 2, 3. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ത്രികോണം ACE ഒരു സമഭുജ ത്രികോണമാണ്. ത്രികോണം ACEയിലെ മൂന്ന് കോണുകളും 60 ഡിഗ്രി ആയതിനാൽ ത്രികോണം ACE ഒരു സമഭുജ ത്രികോണമാണ്. 60 ഡിഗ്രി ആയതിനാൽ ത്രികോണം ACE ഒരു സമഭുജ ത്രികോണമാണ്. ഇങ്ങനെയാണ് തെളിയിക്കേണ്ടത്. പേജ് 78-ലെ 6-ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിക്കാം. ചിത്രത്തിൽ ഒരു സമഷഡ്ഭുജത്തിന്റെ 4 മൂലകൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഈ ചതുർഭുജം ചതുരമാണോ? എന്തുകൊണ്ട്? ചോദ്യം മനസ്സിലായി കാണുമല്ലോ. ഇതാ ചിത്രം. അപ്പം സമഷഡ്ഭുജം 4 മൂലകൾ യോജിപ്പിച്ച് ഇതാണ്ട് 4 മൂലകൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. കണ്ടോ? ഇത് ചതുർഭുജം. ഈ ചതുർഭുജം ചതുരമാണോ? എന്തുകൊണ്ട്? ചതുരമാണോ? എന്തുകൊണ്ട്? അതായത് ചതുരമാകണമെങ്കിൽ ഓരോ കോണും 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമുക്കിത് തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്കിത്
തെളിയിക്കാൻ നോക്കാം. അപ്പൊ സമഷഡ്ഭുജമാണ്. അപ്പൊ ഇതിന്റെ വശങ്ങളെല്ലാം തുല്യമാണ്. നമുക്ക് ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. എ ബി സി ഡി ഇ. അപ്പൊ എ ബി സി ഡി ഇ എഫ് ഒരു സമഷഡ്ഭുജമാണ്. അപ്പൊ ഈ സമഷഡ്ഭുജത്തില് വശങ്ങളെല്ലാം തുല്യമാണ്. സമഷഡ്ഭുജമായതുകൊണ്ട് എ ബി ഈക്വൽ ബി സി ഈക്വൽ സി ഡി ഈക്വൽസ് ഡി ഈക്വൽസ് ഇ എഫ് ഈക്വൽസ് എ. നമുക്ക് തെളിയിക്കാനുള്ളത് എന്താണ്? ഇത് ചതുർഭുജമാണ്. എന്തുകൊണ്ടാണ്? 4 വശങ്ങളുള്ള രൂപം. ഈ ചതുർഭുജം ഒരു ചതുരമാണെന്ന് തെളിയിക്കണം. എന്താണ്? ചതുരമാണെന്ന് തെളിയിക്കണം. അപ്പൊ ഈ കോണുകളെല്ലാം എത്ര ഡിഗ്രി എന്ന് തെളിയിച്ചാൽ മതിയാകും? 90 ഡിഗ്രി എന്ന് തെളിയിച്ചാൽ മതിയാകും. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതൊരു ത്രികോണമാണ്, ഇതൊരു ത്രികോണമാണ്. അപ്പൊ ഈ 2 ത്രികോണത്തിൽ ഏതെങ്കിലും ഒരു ത്രികോണം എടുത്ത് നമ്മള് കോണുകൾ എത്രയാന്ന് തെളിയിക്കാം. അപ്പൊ ഞാൻ ആദ്യം ത്രികോണം എ ബി സി എടുക്കാം. ത്രികോണം കൂടാതെ നമുക്കറിയാം എന്താണ്? സമഷഡ്ഭുജത്തിന്റെ ആകെ കോണുകൾ. ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. ഷഡ്ഭുജത്തിന്റെ ആകെ കോണുകള് എങ്ങനെയാണ് കാണുന്നത്? സമവാക്യം എന്താണ്? n-2 × 180. n-2 എത്ര വശങ്ങളുണ്ട്? 6. 6 - 2 × 180 സമം 4 × 180 സമം 720 ഡിഗ്രി. അപ്പം 6 കോണുകളുടെ തുക 720 ആണെങ്കിൽ ഒരു കോൺ എത്ര? എന്ത് ചെയ്താൽ മതി? 720നെ 6 കൊണ്ട് ഭാഗിക്കണം. അപ്പൊ നമുക്ക് 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഈ കോൺ എത്ര? അത് 120. ഇതെത്ര? ഇത് 120. എല്ലാം 120 ആണ്. ഇത് 120, ഇത് 120, 120. എല്ലാ കോണുകളും 120 ഡിഗ്രി വീതം ആണ്. ഇനി നമുക്ക് ഒരു ത്രികോണം പരിഗണിക്കാം. ത്രികോണം എ ബി സി. ത്രികോണം എ ബി സി പരിഗണിക്കുക. ത്രികോണം എ ബി സി പരിഗണിക്കുക. വശങ്ങൾ തുല്യമാണ് അല്ലെ? എ ബി സമം ബി സി. അപ്പൊ ഇതെന്തൊരു ത്രികോണമായി മാറി? ഇതൊരു സമപാർശ്വ ത്രികോണം. അപ്പൊ 2 വശങ്ങൾ തുല്യമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എ ബി സമം ബി സി സമപാർശ്വ ത്രികോണമായതുകൊണ്ട് ഈ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. ഏതെല്ലാം കോണുകൾ തുല്യമായിരിക്കും? കണ്ടേ, ബി എ സിയും ബി സി എയും തുല്യം. കോൺ ബി എ സി സമം കോൺ ബി സി എ എത്ര വീതമായിരിക്കും? മൊത്തം 180. ഈ കോൺ 120 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇത് രണ്ടും കൂടെ 180 - 120/2. എന്തുകൊണ്ടാ? രണ്ടും തുല്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. 180 - 120/2 60/2 സമം 30 ഡിഗ്രി. അപ്പൊ ബി സി എയും ബി എ സിയും 30, ബി സി എയും 30. അപ്പൊ ഇവിടെ നമുക്ക് 30 കിട്ടി, ഇവിടെയും നമുക്ക് 30 കിട്ടി. അപ്പൊ ഇതുപോലെ തന്നെയല്ലേ അടുത്ത ത്രികോണത്തിലും? ത്രികോണം ഡി എഫ് പരിഗണിച്ചാല് ഇവിടെ 30 കിട്ടും, ഇവിടെ 30 കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. അപ്പൊ നമുക്ക് കോൺ ബി എ സി സമം 30 ഡിഗ്രി, കോൺ ബി സി എ സമം 30 ഡിഗ്രി, പിന്നെ കോൺ എ ബി സി സമം 120 ഡിഗ്രി. നമുക്ക് കിട്ടിയ കോണിന്റെ അളവെല്ലാം എഴുതി. ഇനി മറ്റേ ത്രികോണം എടുക്കാം. ത്രികോണം ഡി ഇ എഫ് പരിഗണിച്ചാൽ നമ്മൾ ഈ ത്രികോണം പരിഗണിച്ചാല് ഇതുപോലെ തന്നെ ഡിയും ഇ എഫും തുല്യമായതുകൊണ്ട് ഈ 2 കോണുകളും തുല്യമായിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ കിട്ടും. അപ്പൊ അതങ്ങോട്ട് എഴുതിയാൽ മതി. പരിഗണിച്ചാൽ കോൺ
ആദ്യം വശം എഴുതാം. പരിഗണിച്ചാൽ ഡി സമം EF, ഡി സമം EF, സമപാർശ്വ ത്രികോണം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? കോണുകള് തുല്യം. കോൺ ഏതൊക്കെ കോൺ? ദാ ഈ രണ്ട് കോണുകളും തുല്യം. EFD കോൺ EFD ഈക്വൽസ് കോൺ EDF ഈക്വൽസ് 180 മൈനസ് 120/2 60/2 സമം 30 ഡിഗ്രി. എത്ര കിട്ടി? 30 ഡിഗ്രി. അപ്പൊ ഇവിടെയും 30, ഇവിടെയും 30. അപ്പൊ മൊത്തത്തില് ഈ കോൺ എത്ര? 120. 120-ല് 30 പോയാൽ ഈ കോൺ എത്ര വരും? 90 വരും. ഇവിടെ 30, 120-ന്ന് 30 പോയാൽ 90. ഇവിടെ 30, 120-ന്ന് 30 പോയാൽ 90. നമുക്ക് അതങ്ങോട്ട് എഴുതാം. നമുക്ക് എന്തെടുക്കാം? ഈ ചതുർഭുജം എടുക്കാം. ഈ ചതുർഭുജത്തിൽ ഈ രണ്ട് കോണുകൾ എത്ര? 120. കോൺ ഇവിടെ നിന്ന് തുടങ്ങാം അല്ലെ? ഈ കൊണ്ട് പേര് BAC. കോൺ BAC പ്ലസ് BAC എന്നത് ഈ ചെറിയ കോൺ പ്ലസ് കോൺ CAF 120 ഡിഗ്രി. എന്താണ്? സമ ഷഡ്ഭുജത്തിന്റെ കോൺ. സമ ഷഡ്ഭുജത്തിന്റെ കോൺ. അപ്പം BAC നമുക്ക് BAC 30 കിട്ടി അല്ലേ? 30 പ്ലസ് കോൺ CAF എത്ര? 120. അപ്പൊ കോൺ CAF സമം 120 മൈനസ് 30 ക്ലിയർ ആയില്ല. 120 മൈനസ് 30 സമം 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? ഇവിടെ 90 എന്ന് കിട്ടി. ഇതുപോലെ തന്നെ ഈ മറ്റു 3 മൂലകളും നമുക്ക് എങ്ങനെ കിട്ടും? 90 തന്നെ കിട്ടും. ഇതുപോലെ തന്നെ മറ്റു മൂലകളും നമുക്ക് 90 എന്ന് കിട്ടും. അടുത്ത ഒരെണ്ണം കൂടി എടുത്തിട്ട് ഇതുപോലെ എഴുതാം. കോൺ എഴുതാ എടുക്കാം അല്ലേ? BCA പ്ലസ് ACD സമം 120. ഞാൻ അവിടെ റീസൺ ഒന്നും എഴുതുന്നില്ല. BCA നമുക്ക് 30 കിട്ടി. 30 പ്ലസ് കോൺ ACD സമം 120 ഡിഗ്രി. അപ്പൊ ACD എത്ര? therefore ഇങ്ങോട്ട് എഴുതുകയാണ്. therefore കോൺ ACD സമം 120 മൈനസ് 30 സമം 90 ഡിഗ്രി. അപ്പൊ ഇതുപോലെ നമുക്ക് മറ്റ് രണ്ട് കോണുകളും 90 കിട്ടും. ഇതുപോലെ കോൺ ഏതൊക്കെയാണ്? ഇനി ഈ രണ്ട് കോണുകളിലല്ലേ കിട്ടാനുള്ളത്. ഇതുപോലെ കോൺ CDF സമം ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പക്ഷെ എല്ലാം ചെയ്ത് കാണിക്കണമെന്നൊന്നും ഇല്ല. ഇത് 90 കിട്ടും. അടുത്ത കോൺ ഏതാണ്? ഈ കോൺ അല്ലേ? DFA അല്ലെങ്കിൽ AFD. DFA ഈക്വൽസ് 90 ഡിഗ്രി. അപ്പൊ നമുക്ക് 4 കോണുകൾ 1, 2, 3, 4 കോണുകള് 90 ഡിഗ്രി നീട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ചതുർഭുജം ഒരു ചതുരമാണ്. ACDF എന്ന ചതുർഭുജത്തിന്റെ
ചതുർഭുജത്തിന്റെ കോണുകളെല്ലാം 90 ഡിഗ്രിയാണ്. അപ്പം ഈ ചതുർഭുജത്തിന്റെ കോണുകളെല്ലാം 90 ഡിഗ്രിയാണ്. ACDF എന്ന ചതുർഭുജം ഒരു ചതുരമാണ്. മനസ്സിലായോ? എളുപ്പമുള്ള ചോദ്യമാണ്, സാധാരണ പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യം കൂടിയാണ്. അപ്പം ഓരോ കോണും 90 ഡിഗ്രി എന്ന് തെളിയിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം.